നമസ്കാരം. പ്രധാന വാർത്തകൾ. 46 ദിവസത്തെ ചികിത്സ. ഉമാ തോമസ് MLA ആശുപത്രി വിട്ടു. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLA ആശുപത്രി വിട്ടു. 46 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് ഡിസ്ചാർജ്. ഡിസംബർ 29-നാണ് MLA വീണ് പരിക്കേറ്റത്. തലച്ചോറിനേറ്റ ക്ഷതവും ശ്വാസകോശത്തിന് പുറത്ത് നീർക്കെട്ടുമായിരുന്നു പ്രധാന പ്രശ്നം. നിലവിൽ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ആശുപത്രി അറിയിച്ചു. ഡിസ്ചാർജിന് ശേഷം എറണാകുളം പൈപ്പ് ലൈനിലെ വാടക വീട്ടിലേക്കാണ് MLA പോവുക. സ്വന്തം വീട്ടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം പിന്നീട് വീട്ടിലേക്ക് മാറും. ആശുപത്രിയിൽ നിന്നും ഓൺലൈനായി പൊതുപരിപാടിയിൽ ഉമാ തോമസ് MLA പങ്കെടുത്തിരുന്നു. വനമന്ത്രി AK ശശീന്ദ്രനെതിരെ കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഒന്നിനും കൊള്ളാത്ത വനമന്ത്രിയെ പുറത്താക്കണമെന്നും വയനാട്ടിലെ ഹർത്താൽ സൂചന മാത്രമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വനമന്ത്രിക്ക് ഒന്നിനും നേരമില്ലെന്നും സ്വന്തം പാർട്ടിക്കാരെ ചവിട്ടി പുറത്താക്കാനുള്ള തിരക്കിലാണ് മന്ത്രിയെന്നും അദ്ദേഹം പരിഹസിച്ചു. വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകുന്നു. മുമ്പ് കാട്ടാനയായിരുന്നുവെങ്കിൽ ഇന്ന് കടുവയും കരടിയും എല്ലാം നാട്ടിലേക്ക് വരുന്നു. ഇന്ന് മനുഷ്യൻ കാട്ടിലേക്കല്ല പോകുന്നത്, കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരികയാണ്. മന്ത്രിക്കാണെങ്കിൽ ഇതിനൊന്നും നേരമില്ല. മന്ത്രിസ്ഥാനം നിലനിർത്താനും സ്വന്തം പാർട്ടിക്കാരെ ചവിട്ടി പുറത്താക്കുന്നതിനുമിടയിൽ വന്യമൃഗങ്ങളിൽ നിന്ന് പാവപ്പെട്ട കർഷകരെയും ആദിവാസികളെയും രക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഒന്നിനും കൊള്ളാത്ത ഈ മന്ത്രിയെ ക്യാബിനറ്റിൽ നിന്നും പുറത്താക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 കോടി രൂപ വാങ്ങി വഞ്ചിച്ചെന്ന കേസ്. മാണി സി കാപ്പനെ കുറ്റവിമുക്തനാക്കി. വഞ്ചന കേസിൽ പാലാ MLA മാണി സി കാപ്പനെ കുറ്റവിമുക്തനാക്കി. മുംബൈ വ്യവസായിയിൽ നിന്നും പണം വാങ്ങി വഞ്ചിച്ചെന്ന കേസിലാണ് കോടതി വിധി പറഞ്ഞത്. ജനപ്രതിനിധികൾക്കെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ കോടതിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2010-ൽ മുംബൈ സ്വദേശിയായ ദിനേശ് മേനോനിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയ ശേഷം തിരിച്ചു കൊടുക്കാതെ വഞ്ചിച്ചെന്നാണ് കേസ്. നിയമസഭയിൽ സ്പീക്കറും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ ഏറ്റുമുട്ടി. സഭ പിരിഞ്ഞു. നിയമസഭയിൽ സ്പീക്കർ തന്റെ പ്രസംഗം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ്. ഇന്ന് അടിയന്തര പ്രമേയം അവതരണത്തിനിടെയാണ് സംഭവം. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ആദ്യ 9 മിനിറ്റ് തടസ്സപ്പെടുത്തിയതേയില്ലെന്ന് പറഞ്ഞ സ്പീക്കർ AN ഷംസീർ ആരോപണം നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതോടെ സഭ കലുഷിതമായതോടെ സഭയിലെ ഓഡിയോ മ്യൂട്ട് ചെയ്തു. പിന്നീട് സഭാ നടപടികൾ വേഗത്തിലാക്കി സഭ പിരിഞ്ഞു. ഇനി മാർച്ച് 3-നാണ് വീണ്ടും നിയമസഭ സമ്മേളിക്കുക. ATM കവർച്ച ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ യുവാവ് പിടിയിൽ. കോഴിക്കോട് ചേവായൂർ പറമ്പിൽക്കടവിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 2:25-നാണ് ഹിറ്റാച്ചി ATM തകർക്കാൻ ശ്രമം നടന്നത്. മലപ്പുറം സ്വദേശിയായ വിജേഷ് നാരായണനാണ് പോലീസ് പിടിയിലായത്. കൗണ്ടറിന്റെ ഷട്ടർ താഴ്ത്തിയിട്ട് ATM തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അതുവഴി എത്തിയ കൺട്രോൾ റൂം പോലീസ് വാഹനത്തിലെ ഉദ്യോഗസ്ഥൻ പ്രതിയെ പിടികൂടുകയായിരുന്നു. 3 പോലീസുകാർ ചേർന്നാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. ATM തകർക്കാനായി കൊണ്ടുവന്ന ആയുധങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ തട്ടിപ്പ്. സർക്കാർ ജീവനക്കാർക്കെതിരെ സ്വീകരിച്ച സസ്പെൻഷൻ നടപടി പിൻവലിച്ചു. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ സ്വീകരിച്ച നടപടി പിൻവലിച്ച് സർക്കാർ. പൊതുമരാമത്ത് വകുപ്പിലെ 31 പേരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചത്. പെൻഷൻ തുക തിരിച്ചടച്ച സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. 18% പലിശ സഹിതമാണ് പെൻഷൻ തുക തിരിച്ചടച്ചത്. സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം തുടരുമെന്നാണ് വിശദീകരണം. അതേസമയം പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ ഉപേക്ഷിക്കില്ലെന്നും വകുപ്പ് സെക്രട്ടറി അറിയിച്ചു. എതിർപ്പ് അവഗണിച്ചു. ആലപ്പുഴ CPM-ൽ സ്ഫോടന കേസ് പ്രതിക്ക് അംഗത്വം. നാടൻ ബോംബ് പൊട്ടി കണ്ണൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതി സജിമോനാണ് അംഗത്വം നൽകിയത്. ആലപ്പുഴ ആശ്രമം ലോക്കൽ കമ്മിറ്റിയിലെ മന്നത്ത് B ബ്രാഞ്ചിലാണ് സജിമോൻ അംഗത്വം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോക്കൽ സെക്രട്ടറി പങ്കെടുത്ത സ്ക്രൂട്ടനിയിലാണ് സജിമോൻ അംഗത്വം നൽകാൻ തീരുമാനമായത്. 2021-ൽ ചാത്തനാട് കണ്ണൻ എന്ന ഗുണ്ട നാടൻ ബോംബ് സ്ഫോടന കേസിൽ കൊല്ലപ്പെട്ട കേസിലെ 3-ാം പ്രതിയാണ്. CPM അംഗത്വം കിട്ടിയ സജിമോന് അംഗത്വം നൽകുന്നതിനെ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ എതിർത്തെങ്കിലും അത് അവഗണിച്ചാണ് പ്രതിക്ക് അംഗത്വം നൽകിയത്. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയും. ആൺസുഹൃത്തിന്റെ വീട്ടിൽ വന്ന് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി. എറണാകുളം കാലടി ശ്രീമൂലനഗരത്താണ് സംഭവം. ചെങ്ങമനാട് കരയാമ്പറമ്പ് സ്വദേശി നീതുവാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30-യോടെയാണ് സംഭവം. സുഹൃത്തിന്റെ വീടിന് മുന്നിലേക്ക് സ്കൂട്ടറിലെത്തിയ നീതു പിന്നാലെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ് നീതു. 90% പൊള്ളലേറ്റ യുവതി മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. 3 മരണം, നിരവധി പേർക്ക് പരിക്ക്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ
ക്ഷേത്ര ഉത്സവത്തിനിടെ ആനകളിടിഞ്ഞുണ്ടായ അപകടത്തിൽ മരണം 3ആയി. 2 സ്ത്രീകൾക്ക് പിന്നാലെ ഒരു പുരുഷനാണ് മരിച്ചത്. വടക്കയിൽ രാജനാണ് ദാരുണമായി മരിച്ചത്. നേരത്തെ കുറവങ്ങാട് സ്വദേശികളായ അമ്മുക്കുട്ടി, ലീല എന്നിവർ മരിച്ചിരുന്നു. 30ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ 5 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം നടന്നത്. പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളാണ് ഇടഞ്ഞത്. ഘോഷയാത്ര ക്ഷേത്ര പരിസരത്തെത്തിയപ്പോൾ വലിയ രീതിയിൽ കരിമരുന്ന് പ്രയോഗം നടന്നിരുന്നു. ഇതിനിടെ പീതാംബരൻ എന്ന ആന ഇടഞ്ഞു. ഈ ആന തൊട്ടടുത്ത് നിന്ന് ഗോകുൽ എന്ന ആനയെ കുത്തുകയും 2 ആനകളും കൊമ്പ് കോർക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ 2 ആനകളും ഇടഞ്ഞോടി. ഇതിനിടെ ആളുകൾ വീണു പോവുകയായിരുന്നു. ഡ്യൂട്ടിക്കിടെ ഹോട്ടൽ മുറിയിൽ മദ്യപാനവും കൈക്കൂലി പണം പങ്കിടലും. 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഡ്യൂട്ടി സമയത്ത് ഹോട്ടൽ മുറിയിൽ ഒത്തുകൂടി മദ്യപിക്കുകയും കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുക്കുകയും ചെയ്ത സംഭവത്തിൽ രജിസ്ട്രേഷൻ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം 6 പേർക്കെതിരെ നടപടി. വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്ന് 6 പേരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഉത്തര മധ്യമേഖല രജിസ്ട്രേഷൻ DIG MC സാബു, സബ് രജിസ്ട്രാർമാരായ CR രജീഷ്, രാജേഷ് KG, അക്ബർ PM, രാജേഷ് K, ജയപ്രകാശ് MR എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്.